കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയുടെ മോർച്ചറി കെട്ടിടത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. കെട്ടിടം ഭാഗികമായി തകർന്നു. മോർച്ചറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. ടോബി, വിവരങ്ങൾ. ടോബി, കേൾക്കാമെങ്കിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? ടോബി, മോർച്ചറിയുടെ മുകളിലേക്കാണ് ഇന്നലെ രാത്രിയിലുണ്ടായ ആ കാറ്റിലാണ് ഈ ഒരു നാശനഷ്ടം ഉണ്ടായത്. മോർച്ചറിയുടെ മുകളിലേക്കാണ് ഇത് വീണത്, മരം വീണത്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കുമ്മനം ഇളങ്കാവ് അമ്പലത്തിലും ഇതുപോലെ മരം വീണ് വലിയൊരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സ്ഥലങ്ങളെല്ലാം തന്നെ മന്ത്രി വി എൻ വാസവൻ സന്ദർശിച്ചു. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. വലിയൊരു നാശനഷ്ടം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. ഇന്നലത്തെ ചുഴലിക്കാറ്റിൽ ജില്ലയുടെ പല പ്രദേശങ്ങളിലായി വ്യാപകമായി മരം വീണ് ചിലയിടത്ത് ചില വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. ചിലയിടത്ത് ചില കടകളുടെ ഭാഗത്ത് ചില വഴി തടസ്സങ്ങളുണ്ടാക്കി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പോൾ ഈ അളങ്കാവ് ക്ഷേത്രത്തിൽ ഇന്നലെ സായനത്തിലുണ്ടായ ഒരു 500 വർഷത്തിലേറെ പഴക്കമുള്ള മരമാണെന്നാണ് ഇതിൻ്റെ ഭാരവാഹികളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇവരാണെ കഴിഞ്ഞ 40 വർഷം മുമ്പ് ഈ മരത്തെ ആദരിക്കുക ചെയ്തതാണ്. അത്ര പഴക്കമുള്ളൊരു മരമാണ്. കണ്ട അത്ര ഭീമാകാരനായ ഒരു മരമാണ്. എൻ്റെ അടി കടപുഴകി വീണു. അത്രത്തോളം ഈ കുറേ ദിവസങ്ങളായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള മഴയാണ് ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനം. ഞാനിപ്പോൾ അങ്ങോട്ടോ ഇത് കഴിഞ്ഞ് അങ്ങോട്ടാണ് പോവുക. അപ്പോൾ കോട്ടയം ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയുടെ മുകളിലേക്ക് ഒരു മരം വീണു. മോർച്ചറി കെട്ടിടാകെ തകർന്നു പോയിട്ടുണ്ട്. ഞാനിത് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വ്യാപകമായിട്ട് അത് ഞാൻ സൂചിപ്പിച്ച ഇത് മാത്രമല്ല, ജില്ലയിൽ പല പ്രദേശങ്ങളിൽ വീടുകൾക്ക് നാശനഷ്ടം, കൃഷിനാശനഷ്ടം, അതുപോലെ ഗതാഗതം ചില സ്ഥലത്ത് തടസ്സപ്പെട്ടു. കുമരകം വൈക്കം റൂട്ടിലൊരു മരം വീണ് കുറേ സമയം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തിട്ടപ്പെടുത്താൻ വേണ്ടി റവന്യൂ അധികൃതരോട് പറഞ്ഞു. അവരെല്ലാം വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഇത് പ്രധാനപ്പെട്ട ഭക്തജനങ്ങളെല്ലാം വന്നു ചേരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇന്ന് കർക്കിടക മാസം 1 ധാരാളം ഭക്തജനങ്ങൾ രാവിലെ വരുന്നൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് സംഭവിച്ചെങ്കിൽ ഭയാനകമായിരുന്നു. ചിന്തിക്കാൻ കഴിയുന്നില്ല. ഏതായാലും ആളുകളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഇത് വീണെന്നുള്ളതാണ് ആകെയുള്ളൊരു ആശ്വാസം. മറ്റാർക്കും പരിക്കുകളൊന്നുമില്ല. ക്ഷേത്രത്തിൻ്റെ ആനക്കൂട്ടിലും മറ്റ് ചില മന്ദിരങ്ങളും എല്ലാം പോയെന്നുള്ളതേ ഉള്ളൂ. ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് വീണം. മന്ത്രി പറയുന്നത് എന്തായാലും റവന്യൂ വിഭാഗത്തിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജില്ലയിലെ മൊത്തം നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ. മോർച്ചറിയുടെ മുകളിൽ മരം വീണ സാഹചര്യത്തിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്.